ഹെർണിയയും അതിനുള്ള നൂതന ചികിത്സ രീതിയെക്കുറിച്ചും ഡോക്ടർ അനു ആന്റണി പറയുന്നത് നോക്കാം. I am Dr. Anu Anthony Verghese, consultant, bariatric and laparoscopic surgeon, NIMS Micro Hospitals, Trivandrum. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹെർണിയയും അതിനുള്ള നൂതന ചികിത്സാ രീതിയെ പറ്റിയാണ്. സ്ത്രീകളിലും ഇത് വളരെ സാധാരണയായിട്ട് കാണപ്പെടുന്നു. ഹെർണിയ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വയറിൻ്റെ പാർശ്വഭിത്തിയിൽ, നമ്മുടെ ഉദരത്തിൻ്റെ പാർശ്വഭിത്തിയിലുണ്ടാകുന്ന ചെറിയ വിടവിലൂടെയോ ഡിഫക്റ്റിലൂടെയോ വയറിനുള്ളിലുണ്ടാകുന്ന ആ ചെറുകുടലോ വൻകുടലോ ബ്ലാഡറോ ഒമൻറ്റമോ ഏതെങ്കിലും ഒരു സാധനം പുറത്തേക്ക് വരുന്നതിനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഇത് ഒട്ടുമിക്ക രോഗികളും അവർ സ്വയം തന്നെ അവർക്കൊരു സ്വെല്ലിങ്, അവർക്കൊരു വീക്കമുണ്ടെന്ന് മനസ്സിലാക്കുകയും അതുമായിട്ടാണ് അവർ ഡോക്ടറിനെ കാണാനായിട്ട് വരുന്നത്. ഒരു ക്ലിനിക്കൽ എക്സാമിനേഷനിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഹെർണിയ എന്ന രോഗാവസ്ഥ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കാലങ്ങളായി പണ്ട് മുതലേ നമുക്കുള്ള ഹെർണിയയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്പണായിട്ടുള്ള മുറിവുണ്ടാക്കി അവിടെ ഒരു നെറ്റ് മെഷ് വെച്ച് അത് ക്ലോസ് ചെയ്യാന്നുള്ളതായിരുന്നു. അത് ഈ ഹെർണിയ ഏത് ഭാഗത്തുണ്ടാകുന്നു അത് ബേസ് ചെയ്തിട്ടാണ് അതിനുണ്ടാക്കേണ്ടി വരുന്ന മുറിപ്പാടുകൾ. എസ്പെഷ്യലി യങ് ഫീമെയിൽസ് അവരുടെ നോർമലായിട്ടുള്ള വസ്ത്രധാരം, സാരി പോലുള്ള വസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ ഒരു വലിയ മുറിപ്പാട് ആ ഉദരഭാഗത്ത്, വയറിൻ്റെ മധ്യഭാഗത്തുണ്ടാകുന്നത് കോസ്മെറ്റിക്കലായിട്ട് വളരെ അൺഅക്സെപ്റ്റബിളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലാപ്രോസ്കോപ്പിക് സർജറി ഹെർണിയയ്ക്ക് വേണ്ടിയിട്ട് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നത്. ലാബ് സർജറി ഹെർണിയയ്ക്ക് വേണ്ടി ചെയ്യുമ്പോഴുണ്ടാകുന്ന അഡ്വാൻറ്റേജ് പല മടങ്ങാണ്. ഒന്ന്, വളരെ ചെറിയ സുഷിരങ്ങളിലൂടെ 5 മില്ലിമീറ്ററോ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്ററോ നീളമുള്ള ചെറിയ മുറിവുകളിലൂടെയാണ് നമ്മൾ ഈ രോഗത്തെ ചികിത്സിക്കുന്നത്. അത് കാരണമുണ്ടാകുന്ന മുറിപ്പാടുകൾ വളരെ വേഗം തന്നെ മാഞ്ഞു പോവുകയും പിന്നീട് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ പാടുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 24 മണിക്കൂർ കഴിയുമ്പോൾ രോഗിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അവർക്ക് വളരെ വേഗം തന്നെ അവരുടെ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റും. ഡയബറ്റിസോ ഹൈപ്പർ ടെൻഷനോ അങ്ങനെയുള്ള മെഡിക്കൽ രോഗം, കോമോബിഡിറ്റീസ് ഉള്ളവർക്ക് ഒരു വലിയ മുറിവുണ്ടാക്കി ചെയ്യുന്ന ശസ്ത്രക്രിയയിൽ ഉണ്ടാകുന്ന അണുബാധയോ ഇൻഫെക്ഷനോ ബ്ലീഡിങ്ങോ എല്ലാം തന്നെ നമ്മൾ താക്കോൽ ദ്വാരത്തിൽ അതേ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബൈ പ്രിൻസിപ്പിൾ എപ്പോഴും ഈ ഹെർണിയ ഉണ്ടാകുന്ന വയറിനുള്ളിൽ പ്രഷർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇൻട്രാബ്ഡമിനൽ പ്രഷർ കൂടുമ്പോഴാണ്. ഒരു ആൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ മോഷൻ പാസ് ചെയ്യാനായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോഴോ ഒക്കെ തന്നെയാണ് വയറിനുള്ളിലുള്ള പ്രഷർ, ഇൻട്രാബ്ഡമിനൽ പ്രഷർ കൂടുന്നത്. അങ്ങനെ കൂടുമ്പോൾ പുറത്തേക്ക് തള്ളുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിന് പുറത്തുനിന്നൊരു നെറ്റ് വെച്ച് ഓപ്പൺ സർജറി ചെയ്ത് പുറത്തുനിന്നൊരു നെറ്റ് വെച്ച് ചെയ്യുന്നതിനേക്കാളും വളരെ എഫക്റ്റീവാണ് നമ്മൾ താക്കോൽ ദ്വാരത്തിൽ അത് വയറിനുള്ളിൽ തന്നെ ആ നെറ്റ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അയാൾക്ക് ഈ രോഗം വരാൻ കാരണമായിട്ടുള്ള ഇൻട്രാബ്ഡമിനൽ പ്രഷർ കൂടുമ്പോൾ ആ പ്രഷർ തന്നെ ഈ മെഷീനെ ആ പാർശ്വഭിത്തിയുമായിട്ട് ചേർത്ത് വെക്കുകയും രണ്ടാമത് വരാനുള്ള സാധ്യത വളരെ വളരെ കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടേതായിട്ടുള്ള എല്ലാ അഡ്വാൻറ്റേജസും ഈ ലാബ് ഹെർണിയ ചെയ്യപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഏർലി റിട്ടേൺ ടു ആക്ടിവിറ്റി, ലെസ് പെയിൻ, വളരെ മിനിമലായിട്ടുള്ള സ്കാറിങ്, നോ ബ്ലീഡിങ്, രണ്ടാമത് വരാനുള്ള റിക്കറൻസ് റേറ്റും വളരെ വളരെ കുറവാണ്. എല്ലാ വിധത്തിലുള്ള ഹെർണിയാസും, അത് ഇൻഗ്വൈനൽ ഹെർണിയ ആയാലും വെൻട്രൽ ഹെർണിയ ആയാലും ഇൻസിഷണൽ ഹെർണിയ ആണെങ്കിലും അതെത്ര പഴക്കമുള്ളതാണെങ്കിലും എത്ര വലിയ ഡിഫക്റ്റ് ആണെങ്കിലും നമുക്ക് താക്കോൽ ദ്വാരത്തിൽ ചെയ്യാൻ പറ്റും. ട്രിവാൻഡ്രം നിംസ് മൈക്രോ ഹോസ്പിറ്റൽസിൽ എല്ലാ തരത്തിലുള്ള ഹെർണിയയുടെയും താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വളരെ മിതമായ നിരക്കിൽ അവൈലബിൾ ആണ്. താങ്ക് യു.